പൊട്ടിത്തെറിച്ച് വീണ എന്ന തലക്കെട്ട് കണ്ടപ്പോൾ ഞാനൊരു ലേശം അമ്പരപ്പോടുകൂടിയാണ് ആ വാർത്ത വായിച്ചത്. മൊബൈൽ ഫോൺ പൊട്ടിത്തെറിച്ച്, കുക്കർ പൊട്ടിത്തെറിച്ചു, സ്റ്റൗ പൊട്ടിത്തെറിച്ചു, ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചു എന്നൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷേ വീണ എങ്ങനെ പൊട്ടിത്തെറിക്കും എന്നതായിരുന്നു എൻ്റെ സംശയം. പിന്നിപ്പോൾ ഇലക്ട്രിസിറ്റിയിൽ പ്രവർത്തിക്കുന്ന വീണയുള്ളതുകൊണ്ട് ചിലപ്പോൾ പൊട്ടിത്തെറിച്ചേക്കാം എന്ന് വിചാരിച്ച് വാർത്ത വായിച്ചപ്പോഴാണ് പൊട്ടിത്തെറിച്ചത് ആ വീണയല്ല, നമ്മുടെ വീണ ജോർജ് മാഡം ആണ് എന്നറിഞ്ഞത്. വീണ ജോർജ് മാഡം പൊട്ടിത്തെറിച്ചു എന്ന് കേട്ടപ്പോൾ എനിക്ക് അത്ഭുതം തോന്നിയില്ല. കാരണം റെയിൽവേ സ്റ്റേഷനിലും വെച്ച് വീണ ജോർജ് മാഡം പൊട്ടിത്തെറിച്ചതാണ്. ആക്രമിക്കാൻ അകലെ നിൽക്കുന്ന ആളുകളോട് ആക്രോശിച്ചുകൊണ്ട് പാഞ്ഞടുത്ത് പൊട്ടിത്തെറിക്കുകയും എന്നാൽ നടന്നു പോകുന്നതിനിടയിൽ ഒരു ഫോൺ കോൾ വന്ന് ആ ഫോൺ കോൾ കേട്ട് ദേഹാസ്വസ്ഥ്യപ്പെട്ട് വീണു പോവുകയും അത് കണ്ടു നിന്ന ഷംസീർ ആദ്യം ചിരിച്ചെങ്കിലും പിന്നീട് അദ്ദേഹവും സടകുടഞ്ഞെഴുന്നേറ്റ് ആ പെടലിക്കുണ്ടായിരുന്ന വേദനയും എം.വി. ഗോവിന്ദൻ മാഷ് ഇന്നുവരെ ആന്തൂരിലെ സാജൻ മരിച്ചിട്ട് പോലും ഒരു വിഷമവും കാണാത്ത എം.വി. ഗോവിന്ദൻ മാഷിൻ്റെ മുഖത്ത് കൈകൾ തിരിച്ച് പിരിച്ചൊടിച്ച് തലകൾ പെരടിയിൽ ചേർത്ത് കൊലപാതക ശ്രമത്തിൻ്റെ വധശ്രമവുമൊക്കെയായി മാറിയതും പിന്നീട് IC യൂണിറ്റിൽ പ്രവേശിപ്പിച്ചതും IC യൂണിറ്റിലേക്ക് കാണാൻ മുഖ്യമന്ത്രിയും സംഘങ്ങളും എല്ലാ മന്ത്രിമാരും എത്തിയതും കേരളം മുഴുവൻ വീണ മാഡത്തിൻ്റെ വധശ്രമത്തിനെതിരെ വളരെ ശക്തമായ നിലപാട് സ്വീകരിച്ച് പോരാട്ടത്തിനിറങ്ങിയതും എല്ലാം കേരളം ശ്വാസമടക്കി പിടിച്ച് കണ്ടതാണ്. അതുകൊണ്ട് വീണ മാഡത്തിൻ്റെ പൊട്ടിത്തെറി അത്ര വലിയൊരു ഗൗരവമായി എനിക്ക് തോന്നിയില്ല. പക്ഷേ അതിൻ്റെ താഴേക്ക് ബാക്കി വാർത്തകൾ വായിച്ചപ്പോഴാണ് ഇങ്ങനെ എനിക്ക് വായിക്കേണ്ടി വന്നത്. അത് വേറൊന്നുമല്ല, വീണ മാഡം നിർബന്ധിച്ച് മത്സരിപ്പിച്ചു, ഒഴിവാക്കാൻ ആവശ്യപ്പെട്ടിട്ടും അംഗീകരിച്ചില്ല. കഷ്ടമാണ്. ഒരു സ്ത്രീയോട് കാണിക്കുന്ന ഏറ്റവും വലിയ ക്രൂരതയാണത്. അതായത് ഞാൻ മത്സരിക്കുന്നില്ല എന്ന് തീർത്ത് പറയുക, എന്നിട്ട് എല്ലാവരും കൂടി ഒരുതരം ശ്വാസം മുട്ടിക്കുന്നത് പോലെ നീ മത്സരിച്ചേ മതിയാവൂ എന്ന് പറയുന്നത് പോലെ നിർബന്ധിച്ച് മത്സരിപ്പിക്കുക. അത് വീണ മാഡത്തോട് പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. ആദ്യം മത്സരിച്ചപ്പോൾ പോലും ആ മത്സരിക്കാൻ താനില്ല എന്നുറക്കെ പറഞ്ഞതാണ്. അന്ന് അവരെല്ലാവരും കൂടി അല്പം ശ്വാസം മുട്ടിച്ചു, പിന്നെ അങ്ങ് സമ്മതിച്ചു, ജയിച്ചു. വീണ്ടും രണ്ടാമത് മത്സരിക്കാൻ പറഞ്ഞപ്പോഴും ഇതുപോലെ തന്നെ വേണ്ട എന്ന് പറഞ്ഞ് പൊട്ടിത്തെറിച്ചതാണ്. പക്ഷേ അന്ന് അവരെല്ലാം ഫയർഫോഴ്സിൽ നിന്ന് വെള്ളം ഒഴിച്ച് തണുപ്പിച്ചതിന് ശേഷം വീണ്ടും മത്സരിപ്പിച്ചു. ഇതിനിടയിൽ പാർലമെൻറ്റിലേക്കും ഒരു തവണ ഇതുപോലെ നിർബന്ധിച്ച് മത്സരിപ്പിച്ചു. അന്നും എല്ലാവരുടെയും നിർബന്ധത്തിന് വഴങ്ങി വീണ മാഡം മത്സരിച്ചു. പക്ഷേ മാഡം വളരെ പെട്ടെന്ന് തന്നെ തൻ്റെ ആ ഒരു തൽസ്ഥിതി വീണ്ടെടുത്ത് അതിൽ നിന്ന് പിന്മാറാൻ ശ്രമിച്ചെങ്കിലും സമ്മതിച്ചില്ല. ഇപ്പോഴാണ് വീണ്ടും പൊട്ടിത്തെറിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം ആരോഗ്യവകുപ്പിലെ എൻ്റെ സുഹൃത്തായ സംസ്ഥാനം മുഴുവൻ അറിയപ്പെടുന്ന ഒരു മേധാവിയോട് ഞാനന്ന് സംസാരിച്ചു. എന്താണ് ഈ ആരോഗ്യവകുപ്പിൻ്റെ ഒരു സംഗതി എന്ന് ചോദിച്ചപ്പോഴാണ് പെട്ടെന്ന് പറഞ്ഞത്, ഇതിലാരെങ്കിലും നല്ല മനുഷ്യർ നല്ല മനസ്സോടെ എത്തിയാൽ ഇത്രയും നന്മ ചെയ്യാൻ കഴിയുന്ന വേറൊരു സെഗ്മെൻ്റ് ഇല്ലത്രേ. അപ്പം ഞാൻ ചോദിച്ചു വീണ മാഡോ എന്ന് ചോദിച്ചാൽ പറഞ്ഞു, അത് അഹങ്കാരത്തിൻ്റെയും ധാർഷ്ട്യത്തിൻ്റെയും ഷോയുടെയും ഒരു പ്രധാനപ്പെട്ട അരങ്ങേറ്റമാണ് 5 കൊല്ലം നടന്നത് എന്ന് പറഞ്ഞത് ഇടതുപക്ഷ അനുഭാവിയായ ഒരു ഡോക്ടറാണ് പറഞ്ഞത്. എന്ന് വെച്ചാൽ അതേ ഭാഷ്യവും അതേ രീതിയുമാണ്. ഇന്ന് പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയുടെ സംഗതി വായിച്ചപ്പോഴും പത്തനംതിട്ട കൊല്ലം ജില്ലയിൽ നിന്നൊന്നും അകലെയല്ല. പക്ഷേ ഒരു MLA മാർക്കും ഒരു റീച്ചില്ല. ആര് ബന്ധപ്പെട്ടാലും കിട്ടില്ല. ഒന്ന് ആലോചിക്കേണ്ടത്, ഒരു ചാനലിലിരുന്ന ഒരു അവതാരക ആയിരുന്നു. ഇത്തരം സമീപനങ്ങളെ നിശിതമായി വിമർശിച്ച വിചാരണ ചെയ്ത ഒരു ചാനൽ ജഡ്ജായിരുന്നു. അവരാണ് അധികാരം കിട്ടിയപ്പോഴേക്ക് ഈ സംഗതികളൊക്കെ ഇങ്ങനെയൊക്കെ ചിന്തിച്ച് ഇതുപോലെയാക്കി കാട്ടിക്കൂട്ടിയതിന് ആറന്മുളക്കാർ നെഞ്ചാമണ്ടക്കിട്ടിടിച്ചു എന്നതാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിൻ്റെ പ്രത്യേകത. ഏതായാലും അത് ഇന്നലെ വാർത്തയായി കണ്ടപ്പോൾ, പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയിലെ ചർച്ചകൾ കേട്ടപ്പോൾ ഫോൺ എടുക്കില്ല, ആരെയും അംഗീകരിക്കില്ല, വഴങ്ങില്ല എന്നൊക്കെ പറയുന്നൊരു സമീപനമുണ്ടല്ലോ, അത് ഇവർക്ക് നന്നായി അറിയാം. എന്ന് വെച്ചാൽ ഏതാണ് പുളിങ്കൊമ്പ് എന്ന് വെച്ചാൽ ആ പുളിങ്കൊമ്പ് മാത്രം പിടിച്ചുകൊണ്ട് ബാക്കിയുള്ള ചെറു ചീരകളെയും അല്ലെങ്കിൽ ചെറു സസ്യങ്ങളെയും ഒക്കെ ചവിട്ടി തേച്ച് നശിപ്പിച്ച് കളഞ്ഞാലും കുഴപ്പമില്ലെന്ന് വിചാരിക്കും. പക്ഷേ ഒരു ദിവസം ചൊറിയണം ഹീറോ ആകുന്ന ഒരു ദിവസമുണ്ട്. ആ ദിവസമാണ് കടന്നുപോയത്.